på att cykla från London till Indien. Yeah, India to London. Wow, nice dress. Nice dress. Yeah, hi. The real one, not the I carried you for the wedding. Yes. Your name? Your name? Ellen. Anders. Catherine. Catherine. My name is Faiz. ഫിഷ് കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഫിഷ് പൊരിച്ചത്, ചോറ്, നല്ല മട്ടൻ്റെ ചോറാണല്ലോ. സാമ്പാർ, പപ്പടം, പേരി ഒക്കെ ഉണ്ട്. അടിപൊളി. Cykla från London till Indien. Yeah, India to London. Wow, nice dress. Nice dress. Yeah, hi. The real one, not the I carried you for the wedding. Yes. It's beautiful. Det var därför vi fick ta någon foto med. Wow, from where you get this one? I want to wear this same. We're on what do you call it? Stag party in English. Yeah. Okay. We saw you standing by the road, and we were wondering if we could take a couple of pictures with you. Picture. Oh, nice. Yeah, because you're if you're going from what is it, London to India? India to London. How did you end up in Sweden? Was it a navigational error? This is from Hamburg. I want to come to Denmark, then Sweden, Norway, again back to Denmark, Germany, Netherlands, Belgium. To get more countries on the to okay. connect to more people, to connect. Okay. It's nice. I'm so surprised. This dress. Very nice. But he's from another planet. Yes. Your name? My name is Anthony. Anthony. Yeah. There might be some alcohol involved. Wow, strong. What's your name? Faiz. Faiz? Yeah. Yeah, you got your own YouTube channel? Or? Instagram, YouTube, to document this, because people can't believe. Everybody, if I'm telling, they'll tell me I'm lying. So I want to make it to proof I'm traveling. But you can imagine tomorrow when you're met Superman. Yeah. To Sweden. He lives in Sweden, not in I'll take from here. It will be more clear from here. Lives quite near Santa Claus. Santa Claus is my close relative. No. I can't remember the DC history. Need a picture of YouTube. Okay. Marcus, Yeah. You basically from Kerala, Cochin. Yeah, from the beginning. Beginning. Yeah. But bottom here. Yeah, but I Okay. live in Kamlov, yeah. Okay. Anyway, nice to meet you. Yeah, same. Thank you so much. You can connect me in Instagram. Yeah, Then will do so. okay. Bye. Bye. ഹായ്. മലയാളിയാണ്. കോഴിക്കോട്. താനൂര്. ഓക്കെ. തലശ്ശേരി. പേര് പ്രശാന്ത്. സുദിന. ഓക്കെ. നമ്മള് കണ്ടായിരുന്നു നിങ്ങൾ ഇവിടെ എത്തുന്നുണ്ടെന്ന്, പക്ഷെ വരാൻ പറ്റിയില്ല. മീറ്റപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഇന്നലെ ഒരു മീറ്റപ്പ്, ഒരു ബർത്ത്ഡേ പാർട്ടി. അപ്പോൾ കുറെ ആളെ കണ്ടു. ഇങ്ങനെ ഇവിടെ എവിടെ വർക്ക് ചെയ്യുന്നത്? വോൾവോ കാറില്. വോൾവോ കാർസ്. ഓക്കെ. നമ്മളിവിടെ താമസിക്കുന്നത്. ഓക്കെ. ഞാൻ ഓസ്ലോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഓൺ ദ വേ ഇങ്ങനെ ഓരോരുത്തരെ കാണുമ്പോൾ നിർത്തുക, ഫോട്ടോ എടുക്കുക. ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് ഇങ്ങനെ ഹൈവേ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ ഊട് വഴികളൂടെ ഒക്കെ എടുത്ത് ഇങ്ങനെ പോകണം. ഇപ്പോൾ സമയം ഏകദേശം 11:15 ആയിട്ടുള്ളൂ. ആ മലയാളി ഫാമിലിയുടെ വീട് ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ കഷ്ടിച്ച്. അപ്പോൾ അവർ പറഞ്ഞു ഫുഡ് കഴിച്ചിട്ട് പോവാ, ലഞ്ച് കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞു. എനിക്ക് പിന്നെ ഇങ്ങനെ ഇന്ന് വലിയ എന്താ പറയുക ഡെസ്റ്റിനേഷൻ ഒന്നുമില്ല, എവിടെ എത്തുന്നോ അവിടെ ഒന്ന് താമസിക്കുക എന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വരാം. എന്തായാലും സൂപ്പർമാൻ അടിപൊളിയായി. മറ്റേ ആള് ഒരു ഇന്ത്യൻ ലുക്ക്. അങ്ങനെ ഞാൻ കയറി സംസാരിച്ചത്. അപ്പോൾ പുള്ളിയാറ് കൊച്ചിയാണ്. ഞാൻ പറഞ്ഞു കാലിക്കറ്റ് ആണ്, പക്ഷെ പുള്ളിക്ക് കാലിക്കറ്റ് ഒന്നും വലിയ ഐഡിയ ഇല്ല. കാരണം 10 വയസ്സുള്ളപ്പോൾ എങ്ങാനും വിസിറ്റ് ചെയ്താണ്. പിന്നെ ഹായ്
പിന്നെ ഇന്ത്യയിലൊന്നും പോയിട്ടില്ല പുള്ളിക്ക്, അതുകൊണ്ട് വലിയ ഐഡിയ അല്ല കാലിക്കറ്റ് ഒന്നും. എന്തായാലും ബേസ് മലയാളിയാണ്. അപ്പോൾ ഇതാ ഇവരുടെ വീട്ടിൽ പോയിട്ട് ലഞ്ച് കഴിച്ചിട്ട് നമുക്ക് പോവാം. അവർ സ്റ്റാർട്ട് ചെയ്തോ, എനിക്ക് ലൊക്കേഷൻ തന്നിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് പോവാണ്. ഇങ്ങനെ സാവധാനം ആടിപ്പാടി 4 ദിവസം കൊണ്ട് എത്തിയാൽ മതി, തിരക്കൊന്നുമില്ല. എൻജോയ് ചെയ്തിട്ട് പോവാ. വെറുതെ പട്ടിച്ചന്തക്ക് പോയ മാതിരി ഇങ്ങനെ മസിൽ പിടിച്ച് പോയിട്ട് കാര്യമില്ല. ആളുകളൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് സാവധാനം പോവാം. ഓക്കെ. നല്ല അടിപൊളി കളറൊക്കെ. ഇതുപോലെ വേറൊരു കളറും കൂടി ഉണ്ട്, ഒരു ഗ്രീൻ ടച്ച് വരുന്ന. ഇവിടെ നിന്നൊരു 750 മീറ്റർ പോയിട്ട് വേണം അവരുടെ വീട്ടിലേക്ക്. നമുക്ക് ഇവിടെ എവിടെയോ ആണ് അവരുടെ വീട്. നമുക്ക് ഇതൊരു ഡിഫറെൻറ്റ് 3 കളറിൽ നല്ല രസമുണ്ട്. ഓരോ എന്താ പറയുക, റെസിഡൻഷ്യൽ ഏരിയ എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫറൻസ് ഉണ്ടാവും. 44 ഏതാണ്? നൈസ്. എൻ്റെ സൈക്കിളിൻ്റെ പെഡൽ നല്ല സൗണ്ട് ഉണ്ട്. എവിടെയാ? ഇവിടെ എവിടെയോ ആണ്. Somewhere here. Yes, ഇതാണെന്ന് തോന്നുന്നു. 70. തന്ന അഡ്രസ്സ് ഇതാണ്. 70 ആണല്ലേ? യെസ്, 70 ആണ്. അവരാരും ഇവിടെ കാണുന്നില്ല, അവരിവിടെ എത്തിയില്ലേ? കാറിലല്ലേ അവർ വന്ന്. ഹലോ. ഓക്കെ, ഞാൻ ഇതന്നെ ആണോന്ന് കൺഫേം ചെയ്തു. അവിടെ നിന്ന് അവർ പറഞ്ഞു ആ വീടും ഇന്ത്യക്കാർ തന്നെ പറഞ്ഞു. 74 ഇന്ത്യ. അവർ പറഞ്ഞു 74 ഇന്ത്യ. അപ്പം ഞാൻ നല്ല എനിക്ക് തന്നത് 70 ആണ്. ഓക്കെ. ഹായ്, what's your name? Hi. Your name? Ellen. Anders. Catherine. My name is Faiz. You can follow me. If you have Instagram, you can follow me. Then you will get all the updates about my trip. Eco Wheelers. ECO Wheelers in Instagram. Nice to meet you. Traveling from India to London. They met on road just now. No. He's from my place, but we met him On the road. on the Then road, they actually. invited me for lunch. That's why I came here. I know he's traveling, but yeah, we didn't. This is the first time we are meeting him also. What's the name? Pixie. Oh, so cute. How long are you staying here? Gothenburg 2 days. Now on the way to Oslo. Maybe 3-4 days it will take because I'm stopping anywhere. It's not a fixed date. So free to June 1st I will reach London. That's my target. After that Olympics, then fly back to India. Oh, then rest, I hope. Yeah, my family is there waiting for me. I'm married, I have 2 kids. They are waiting for me. How many hours can you bike, like on a day? Morning 7 to evening, depends. 7 because here sunset is around 9 o'clock, so I can Now it's 9. travel around where I get safe place for camping, then it's okay.
Not fixed. It's flexible, so I can come here and spend time here. Then. Okay, nice. ഇതൊരു ഇന്ത്യക്കാരനാണ്, പക്ഷെ പുള്ളി പ്ലേ ഗ്രൗണ്ടിലാണ് കളിക്കാൻ പോയതാണ്. നമുക്ക് ഇവിടേക്ക് തന്നെ പോകാം. വേറൊരു ഇന്ത്യക്കാരനുണ്ട്, മലയാളി ഉണ്ട്, ഫസ്റ്റ് വീട്ടിൽ നമ്പർ 10, ഹൗസ് നമ്പർ 10. പക്ഷേ അവരെ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. ഹായ്. അയ്യോ അങ്കിൾ ഇത് കോമൺ ഏരിയ ആണ് കളിക്കാനുള്ളതല്ലേ ഈ ഫ്ലാറ്റിൻ്റെ ഒക്കെ? അത് ഫോറസ്റ്റാ. ഇവിടെ പിന്നെ വൈൽഡ് ആനിമൽ ഒന്നും ഉണ്ടാവാത്തതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. എന്താണ് സ്പെഷ്യല്? ഇതാരാണ്? ഹായ്, പേരെന്താ? ഗായത്രി. ഏത് ക്ലാസ്സിലാ? 6th. ഇതെന്താണ്, സാമ്പാറാണോ ഒരു ഉദ്ദേശം? സാമ്പാറാ കട്ട് ചെയ്ത് വെച്ചിട്ട്? അടിപൊളി. എനിക്ക് സാമ്പാറാണ് ഇഷ്ടം. സാൽമൺ. സാൽമൺ നല്ല ഇഷ്ടം. ഇതൊക്കെ ഇവിടെ കിട്ടും, മുരിങ്ങക്കായ. നല്ല ഫ്രഷ് ആയിരിക്കും അങ്ങനെ? കുറച്ച് ഫ്രഷ് ആയിരിക്കും, അവർ ഫ്രഷ് ഇറക്കുന്നതാണ്. പിന്നെ 3-4 ദിവസം ഇരിക്കും തോന്നുന്നു. ഞാൻ നല്ല യാദൃശ്ചികമായി കണ്ടപ്പോ മേടിച്ചത് മുരിങ്ങക്കായ. നന്നായി. ഇതിങ്ങനെ പാക്കറ്റ് ആയിട്ട് ഫ്രഷാണ് ഞങ്ങൾ പൊതുവെ മേടിക്കാറ്. ഇപ്പൊ ഈ ചൊവ്വയും വ്യാഴമാണ് ഫ്രഷ് വരിക. അപ്പൊ ഈ ആഴ്ച നമ്മൾ ബിസി ചെയ്താലും മേടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതിന് പ്രോസസ് മേടിക്കാൻ. പിന്നെ കോഴിക്കോടുകാരാകുമ്പോ അറിയാലോ, മീനില്ലാതെ. അല്ല, ഞാൻ ചെറിയ മീനൊന്നും കഴിക്കില്ല. അയല, മത്തി അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. ഞാൻ വലിയ വലിയ മീനേ കഴിക്കുള്ളൂ. അയക്കോറ, ആവോലി. ഇവിടെ എത്ര ബെഡ്റൂമാ? 2 ബെഡ്റൂമാ? 3 ഉണ്ടല്ലേ? സ്റ്റെപ്പൊക്കെ മാക്സിമം സ്പേസ് കുറയ്ക്കുന്ന രീതിയിലുള്ള സ്റ്റെപ്പുകൾ. ഇത് വർക്ക് സ്പേസ് ആണ്. പുറത്തുനിന്ന് കണ്ടാൽ ഇങ്ങനെ തോന്നില്ല, 3 ബെഡ്റൂം ഉണ്ടെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം ഞാനൊരു ഫോട്ടോ ഇട്ട് കണ്ടിട്ട് ആരോ ഒന്ന് ചോദിച്ചു, ഇതിന്റെയൊക്കെ കൺസ്ട്രക്ഷൻ എങ്ങനെയാന്നുള്ളത്. പുള്ളിക്ക് നാട്ടിൽ ഇതുപോലെ വീടുണ്ടാക്കാനാ. മരത്തിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടാവുന്നല്ലോ, ഫോം പോലത്തെ. നല്ല ഹൈറ്റ് ഉണ്ടല്ലോ. അതെ, വീട്ടിലിപ്പോ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതാവുമ്പോ സ്ഥലമുണ്ട്, ബെഡ് അതിന്റെ അടിയില്. അയ്യോ, അടിപൊളി റൂമാണല്ലോ. കൊറേ കമ്പനിക്കാരൊക്കെ ഉണ്ടല്ലോ എനിക്ക്. എന്റെ പേരെന്താ? പേര് പറ. പ്രണവ്. ഓക്കെ. ഏത് ക്ലാസ്സിലാ? സ്കൂള് ക്ലാസ് ഏതാ? 1. ഓക്കെ. വാൾപേപ്പറാ?
ഒരുപാട് പേപ്പറാ പുള്ളി പറഞ്ഞ് ചെയ്യിപ്പിച്ച. മൂപ്പർക്ക് ഇതൊക്കെ വേണം, പക്ഷെ രാത്രി കിടക്കണ കാര്യമൊക്കെ നിന്റെ ക്ലാസ് ഇവിടെ ഉണ്ട്. കൂട്ടി വെച്ച് ബാക്കി കുറെ കളഞ്ഞാണ്. ഇതിന്റെ മുകളിൽ ശരിക്കും നമ്മളെ നാട്ടിലെ പഴയ പോലെ മച്ചുണ്ട് അല്ലേ? പക്ഷെ അങ്ങോട്ട് എങ്ങനെ ഇതാ ഡോറ്? ഓക്കെ, അത് അത്യാവശ്യം ഇതുണ്ടാവുമല്ലോ അല്ലേ? ഈ വീടിന്റെ മൊത്തം അതന്നെ ഒരു റൂം പോലെ ഉണ്ടാവുമല്ലോ. റൂമിന്റെ അത്ര ബെഡൊക്കെ ഇട്ട് ചില ആളുകൾ ബെഡൊക്കെ ഇട്ട് താമസിക്കാനൊക്കെ യൂസ് ചെയ്യല്ലോ. ഇവിടെ തണുപ്പായത് കാരണം വിന്ററിൽ യൂസ് ചെയ്യാൻ, പക്ഷെ നമുക്ക് സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഞങ്ങള് സ്റ്റോറേജ് ഒന്നും ഇട്ടിട്ടില്ല അതിനകത്ത്. ഒക്കെ സെറ്റ് ചെയ്യാണ്ട് നമ്മള് ഈ രണ്ടാളാവുമ്പോഴേ ഇവിടെ പിന്നെ നാട്ടിലെ പോലെ നമ്മള് വേണം. ഇന്ന് എല്ലാരും ഒന്നിച്ച് കഴിക്കണം. ചിക്കനൊക്കെ ഉണ്ട്. ചിക്കൻ ഉണ്ട്, ഫിഷ് ഉണ്ട്. ഫിഷ് കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഫിഷ് പൊരിച്ചത്, ചോറ്, നല്ല മട്ടന്റെ ചോറാണല്ലോ. സാമ്പാർ, പപ്പടം, പേരി ഒക്കെ ഉണ്ട്. അടിപൊളി. കുറച്ച് മതി, സൈക്കിൾ ഓടിക്കാൻ കഴിയില്ല. അറിയില്ല, ചിലപ്പോൾ കഴിച്ച് പിന്നെ ഇടും നോക്കിയിട്ട്. എനിക്കിഷ്ടം, ഞാൻ എല്ലാവരോടും പറയും. കഴിഞ്ഞ ഇന്നലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറഞ്ഞ അവിടുന്ന് ഇക്കാന്ന് നിക്കാന്ന് വിളിക്കണ്ട, പേര് വിളിക്കുന്ന ആവുമ്പോ മറ്റേ ഇക്കാന്ന് വിളിക്കുമ്പോ ഒരുപാട് വയസ്സുള്ള പോലെ തോന്നും. എഞ്ചിനീയറിംഗ് അല്ലേ? ഏത് ഇയർ പാസ് ഔട്ട്? 2005. ഞാൻ 2008. ആക്ച്വലി ഞാൻ 2003. അപ്പൊ എനിക്ക് എന്തായാലും പേര് വിളിക്കാം. 2008. ഓക്കെ, ഇവിടുന്ന് സിറ്റി. അടിപൊളി ഫുഡോ? സൂപ്പറായി. സന്തോഷം നിങ്ങൾ വന്ന് കഴിച്ചില്ല. ഇങ്ങനെ ഫുഡ് കിട്ടിയാലും എനിക്ക് ഒരുപാട് സന്തോഷം. ഞാൻ ബ്രെഡും ജാമും മൈൻഡിൽ വെച്ച് ഇറങ്ങിയതാ. ഉച്ചയ്ക്ക് എവിടെങ്കിലും ഇരുന്ന് കഴിക്കുന്നു. ഇത്രയും വിഭവ സമൃദ്ധമായിട്ട് കഴിക്കുന്നത് തീരെ പ്രതീക്ഷിച്ചതല്ല. ഓ, അങ്ങനെ അടിപൊളി ലഞ്ചൊക്കെ കഴിച്ചതാ. യാത്ര തുടങ്ങാണ്. നല്ല സാമ്പാറും ചോറൊക്കെ കിട്ടിയപ്പോൾ ഞാൻ അങ്ങോട്ട് കഴിച്ച് ഇതിനൊന്നും നോക്കിയില്ല. ഇനി എപ്പോഴാണ് ഇതൊക്കെ കിട്ടുകയെന്നൊരു ഐഡിയ ഇല്ല. കിട്ടുമ്പോൾ അങ്ങോട്ട് കഴിക്കുക. ഇവിടെ ഒരു 10 ഉണ്ടല്ലോ. 10 ഇതൊരു